നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കായി ഹാജരായ അഭിഭാഷകയെ ഇന്ന് വിമർശിച്ചു കോടതി. അതിജീവിത നൽകിയ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോൾ അഭിഭാഷക കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് കോടതിയിൽ നിന്നും ഈ വിമർശനം ഉണ്ടായത്. കോടതി വിശ്രമ സ്ഥലമാക്കി എന്നായിരുന്നു വിമർശനം. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയായ ടി.ബി. മിനിയെ രൂക്ഷഭാഷയിലാണ് വിചാരണ കോടതി വിമർശിച്ചത്. 2023 ശേഷം മാത്രം കോടതിയിലെത്തിയ അഭിഭാഷക കോടതി നടപടികളെക്കുറിച്ച് എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത്. വന്നപ്പോൾ തന്നെ കോടതിയിലിരുന്ന് ഉറക്കമാണ്. വിശ്രമ സ്ഥലമായാണ് മിനി കോടതി മുറിയെ കണ്ടത്. പിന്നെ കോടതി അത് കേട്ടില്ല, പരിഗണിച്ചില്ല എന്നൊക്കെ പരാതി പറയുമെന്നും ജഡ്ജി ഹണി എം വർഗീസ് വിമർശിച്ചു. അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കുമ്പോൾ അവരെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് ടി.ബി. മിനി കോടതിയിൽ ഇല്ലാതിരുന്നതാണ് ജഡ്ജിയെ ചൊടിപ്പിച്ചത്. അതേസമയം കോടതിയുടെ വിമർശനത്തിൽ അമ്പരന്ന അഭിഭാഷക കോടതിയുടെ വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞു. അപക്വമായ വിമർശനത്തിന് മറുപടി നൽകാനില്ലെന്ന് അഡ്വക്കേറ്റ് ടി.ബി. മിനി. എൻ്റെ ലൈഫാണ് ഞാൻ കൊടുത്തത്. 2-2.5 വർഷം, 10 വർഷത്തിൽ 10 ദിവസത്തിൽ അവിടെ അറ്റൻഡൻസ് ഉണ്ടാ കോടതിക്ക്. ഇനി ഇതിൻ്റെ ഉത്തരം പറയേണ്ട ഞാനല്ല, എനിക്കതിനൊന്നും മറുപടി പറയാനേ ഇല്ല. എൻ്റെ കക്ഷിക്ക് വേണ്ടിയിട്ട് ഞാൻ 10 ദിവസം 4 ദിവസം 6 ദിവസം കോടതിയിൽ ഇരുന്നു എന്നുള്ളത് ഇത് കോടതിയുടെ കൺസേണേ അല്ല. ഹൈക്കോടതിയിൽ ഇതുവരെ ആയിട്ടും ഒരു ജഡ്ജിമാർ ഇന്നേ വരെ എനിക്കെതിരെ ഒരു മോശം പരാമർശം നടത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ സിൻസിയർ അല്ലാതെ കക്ഷികളോട് അവരോട് കൂറ് ചെയ്യാതെ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റേ അല്ല ഞാൻ. കോടതിയിലിരുന്ന് ഉറങ്ങിയതിന് അഭിഭാഷകയുടെ മറുപടി ഇങ്ങനെ: എപ്പോഴെങ്കിലും ഞാൻ ഉറങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. മനുഷ്യരല്ലേ, ചൂടുകാലത്തൊക്കെ മനുഷ്യരിരുന്ന് ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. കാരണം ബോറടിക്കും. കാരണം എനിക്കൊരു റോളും ഇല്ല. അവിടെ നിന്ന് ഇവിടെ നിന്ന് അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടുണ്ടോന്നില്ല, പക്ഷെ ഞാൻ ഉറങ്ങാറില്ല. കാരണം എന്നെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് ഞാൻ കൈകാര്യം ചെയ്യുന്നൊരു കേസാണിത്. തന്റെ വിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമമാണെന്നും ദിലീപ് അനുകൂലികൾക്ക് യൂട്യൂബ് ചാനലുകൾ വഴി ആക്രമിക്കാൻ അവസരം നൽകുകയാണെന്നും ടി.ബി. മിനി പറഞ്ഞു. ദിലീപ് അടക്കമുള്ളവർ നൽകിയ കോടതി അലക്ഷ്യ ഹർജികൾ ഈ മാസം 24 മാറ്റി. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.